check it out, yo. Wah. I break it down. Yeah. I check it out, yo. Wah. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഹലോ ഡോക്ടർ. ഇത് നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഡോക്ടർ. ഇന്നലത്തേക്കാൾ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. നല്ല ബെറ്ററായി നമ്മൾ വന്നത്. അപ്പൊ ഇന്ന് പോവാലോ ഡോക്ടർ? നമ്മൾ ഇന്നലെ ഒരു ദിവസം ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ഞങ്ങളങ്ങനെ യുകെയിലൊന്നും ഇങ്ങനെ IV ആന്റിബയോട്ടിക്സ് കൊടുക്കാറില്ല. ഞങ്ങൾ പാരസെറ്റമോൾ ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയല്ല, നമ്മളൊരു കുഞ്ഞിനെ ബെറ്റർ ആയി കഴിയുമ്പോൾ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം. അത് എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ കുഞ്ഞിന് ദോഷം ഉണ്ടാവും അല്ലെ. ഇപ്പൊ എന്തുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ IV ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും? കുഞ്ഞ് ആ പ്രോസസ്, അതുകൊണ്ടാണ് അത് ബെറ്റർ ആയത്. നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നമുക്ക് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ ഇൻഹേലറിന്റെ കുഴപ്പം? എന്റെ അമ്മയുടെ നോക്കി ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുച്ചി തെറ്റിയെന്ന് പോലെ എന്റെ കുച്ചിന് ഇൻഹേലർ കൊടുക്കാൻ പറ്റില്ല. ഒരിക്കലും അത് തെറ്റായ ഒരു കൺസെപ്റ്റാണ്. ഇൻഹേലർ നമ്മുടെ ബ്ലഡിൽ പോകത്തില്ല, ഡയറക്റ്റ് ആയിട്ട് ലങ്സിലേ പോകത്തില്ല. 2 ഡോസ് കുറവ് മതി. നമ്മൾ ടാബ്ലറ്റ് കഴിച്ചാൽ എന്താ പറ്റുന്ന ശരീരത്തിന് എല്ലാ ഭാഗത്തും പോയി അത് പിന്നെ യൂറിനായിട്ട് പുറത്തോട്ട് വരും. ഇത് ഡയറക്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് പെട്ടെന്ന് ആക്ട് ചെയ്യുന്നു. ചെറിയ ഡോസ് മതി. അപ്പോൾ അമ്മയുടെ മോക്ക് എന്തായാലും കഴിച്ചത് ഇൻഹേലർ കൊണ്ടല്ല. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. സോ ഇത് കഴിഞ്ഞ് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് ഇൻഹേലർ എടുത്ത് പോയാൽ നിങ്ങളുടെ കുഞ്ഞിന് ഫ്യൂച്ചറിൽ പ്രോബ്ലം ഉണ്ടാകും. ഒരിക്കലും മിക്ക കുട്ടികൾക്ക് നമുക്കൊരു 3 തൊട്ട് 6 മാസം കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണം. കുറച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതൊരു അഡിക്ഷനും ആകത്തില്ല. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവും.